ഹലോ, വെൽക്കം ടു സോഫിയാസ് ടേസ്റ്റി റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അരിനെല്ലിക്ക അച്ചാറാണ്. ചില സ്ഥലങ്ങളിൽ നെല്ലിപ്പുളി എന്നൊക്കെ പറയും. അപ്പം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ അച്ചാറിന്. എനിക്ക് സാധാരണ നെല്ലിക്ക അച്ചാറിനെക്കാട്ടി വളരെ ഇഷ്ടമാണ് ഈ അച്ചാർ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഏകദേശം 1 കിലോയോളം അരിനെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് വേവിക്കരുത്, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് എടുത്താൽ മതി. പിന്നെ ഇത് പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട. ഞാനിപ്പോൾ ഇതിലേക്ക് നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാനുള്ള ആവശ്യമുള്ള വെള്ളം ചേർക്കുന്നുള്ളൂ. ഏകദേശം 300 ml വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് നികന്ന് കിടക്കുന്ന അത്രയൊന്നും വെള്ളം വേണ്ട. ഇത് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് തിളയ്ക്കുന്നിടം വരെ അടച്ചു വെക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അടിയിലുള്ള നെല്ലിക്കയൊക്കെ കുറച്ചും കൂടി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം മുകളിലുള്ളത് താഴേക്ക് ആക്കി എടുക്കണം. എന്നിട്ടൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് 1 മിനിറ്റ് ഈ ചൂടുവെള്ളത്തിൽ തന്നെ വെച്ചേക്കാം. അതിനുശേഷം നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഇതിലെ വെള്ളം മാറ്റിയിട്ട് നമുക്ക് നെല്ലിക്ക സെപ്പറേറ്റ് ചെയ്തെടുക്കാം. കാരണം ആ ചൂടുവെള്ളത്തിൽ തന്നെ ഇരുന്നാൽ ഒരുപാട് ചിലപ്പം വെന്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. ഇത് കറക്റ്റ് വേവായിരുന്നു. ജസ്റ്റ് തിളയ്ക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്യുക. ഇനി നമ്മൾ ഈ തിളപ്പിച്ച വെള്ളം കളയരുത്. ഇതാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന വെള്ളം. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വെള്ളം എടുക്കാഞ്ഞത്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് 20 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ഒന്ന് നീളത്തിൽ അരിഞ്ഞതും 5 പച്ചമുളകും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കടായി വെച്ചേക്കുവാണ്. ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 150 ml നല്ലെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഈ ഉലുവ ഒന്ന് പൊട്ടണം. അതിനുശേഷം ഇതിലേക്ക് 4 വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെയും വഴറ്റി കൊടുക്കണം. ഒരുപാട് അങ്ങ് മൂത്ത് പോകരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർക്കാം. അപ്പം ഫ്ലെയിം വളരെ കുറച്ച് വേണം, തീ കുറച്ച് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പച്ചമണമൊക്കെ മാറുന്നിടം വരെ മൂപ്പിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെയും വഴറ്റി കൊടുക്കണം. ഈ കാശ്മീരി ചില്ലി പൗഡർ ഒന്ന് മൂത്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന വെള്ളം, ഈ നെല്ലിക്ക വേവിച്ച വെള്ളം 300 ml ചേർത്ത് കൊടുക്കാം. നിങ്ങൾ കൂടുതൽ അഥവാ അധികം കുറച്ച് കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. 75 ml വിനീഗറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്കിതിൻ്റെ പുളിയും ഉപ്പും ഒക്കെ നോക്കണം. കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു, അതുകൊണ്ട് 1/2 ടേബിൾ സ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ കായത്തിന് മണവും കുറവാണ്, അപ്പോൾ 1/2 ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്തു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു അല്പം പുളിയും ഉപ്പും മധുരവും ഒക്കെ ഉണ്ടെങ്കിലാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അല്പവും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ച് പറ്റിക്കണം. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വെള്ളം കൂടുതലുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒന്ന് പറ്റിച്ചെടുത്താൽ മതി.
ഈ ഗ്രേവിക്കൊരു കുറച്ച് കട്ടി തിക്കായിട്ട് വരണം. അതുവരെ നമ്മൾ ഇതൊന്ന് പറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് എപ്പോഴും മുന്തി നിൽക്കണം. എങ്കിലേ ആ നെല്ലിക്കയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ അതൊരു കറക്റ്റായിട്ട് വരത്തുള്ളൂ. പുളിയും ഉപ്പുമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറയാം ഞാൻ ടോട്ടൽ എത്ര ചേർത്തിട്ടുണ്ടെന്ന്. ഇതാ ഈ ഒരു പരുവത്തിൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് വെള്ളമെല്ലാം പറ്റി അല്പം ആ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ച് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. നമ്മുടെ നെല്ലിക്ക കറക്റ്റ് വേവായിരുന്നു, ഒരുപാട് വെന്തൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പം ഫ്ലെയിം ഓഫ് ചെയ്യുന്നില്ല. ഈ നെല്ലിക്കയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. അഥവാ നിങ്ങൾ നെല്ലിക്ക അഥവാ വെന്ത് പോയെങ്കിൽ ഇത് അരപ്പ് തിളച്ച് കഴിയുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നെല്ലിക്ക ചേർത്താലും മതി. അപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഒന്നുകൂടെ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി കിട്ടും നമുക്ക്. ഇപ്പം ഞാൻ ഈ അച്ചാറൊക്കെ തണുത്തിട്ടുണ്ട്, ചൂടൊക്കെ പോയി. ഇതിന് ശേഷം നമുക്കൊരു ഗ്ലാസ് ജാറിലേക്ക് നമുക്കിത് മാറ്റാം. അപ്പോൾ ഈ ഒന്നുകൂടെ ഇത് ഗ്രേവിയൊക്കെ തിക്കായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, കറക്റ്റ് എരിവും പുളിയും ഒക്കെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഗ്ലാസ് ജാറിലേക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെക്കാം. ഇത് ഞാൻ ഒരാഴ്ചയോളം വെളിയിൽ വെച്ചാണ് യൂസ് ചെയ്യുന്നത്. അത് പകുതി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും, കേടൊന്നും ആവത്തില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ നല്ല വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.